ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വെള്ളരിക്കയും അതേപോലെ നേന്ത്രക്കായും വെച്ചിട്ട് ഉള്ള ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഒരിക്കൽ ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റിയാണ്. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വായിൽ വയ്ക്കുമ്പോൾ തന്നെ പല രുചികളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റിയാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ വെള്ളരിക്ക അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 പച്ചമുളകാണ് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതേ സമയത്ത് ഞാനിവിടെ ഒരു മുറി ചിരകിയ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന 1/2 ടീസ്പൂൺ ജീരകയാണ്. ജീരകം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെള്ളം. ഇത് അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് അരച്ച് വെക്കാം. എന്നൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. ഇനി ഒരു പച്ചമുളക് 4 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ആക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായി ചുവന്ന് വന്നാൽ മതി. ഇനി ഫ്ലെയിം ചെറുതാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂണ് ഉണക്കമുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും മതി. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 2 നേന്ത്രക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ച വെള്ളരിക്കക്കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ വെള്ളം അടക്കം ചേർക്കണം. എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറച്ചിട്ട് തൈരാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയില്ലാത്ത തൈര് 1 കപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിയുള്ള തൈര് ഇവിടെ ചേർത്ത് കൊടുത്താൽ കറി നല്ലോണം പുളിയായി പോകും. അപ്പം പുളിയുള്ള തൈര് ഉള്ളതാണെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതിയാവും. പുളി ഇല്ലാത്തതായതുകൊണ്ടാണ് കൂടുതൽ ചേർത്ത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം പൗഡർ ചേർത്ത് കൊടുത്തു.
ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ വളരെ നല്ലൊരു സ്മെല്ലും അതേപോലെ ഇതൊരു ഇഞ്ചിയുടെ ഒരു മണം, അത് വായിൽ കടിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ്, അതേപോലെ ബാക്കിയെല്ലാം കൂട്ടി ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിൻ ഡിഷായിട്ടും സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.